ഹായ് സ്വീറ്റ്സ്. അപ്പം കുറച്ച് പേരെങ്കിലും ഞാൻ കുറച്ച് മുൻപ് ഇട്ട സ്റ്റോറി കണ്ടിട്ടുണ്ടാവും. അപ്പം ആ ഒരു സന്തോഷം, ഒരു ബിഗ് സന്തോഷം നിങ്ങളുടെ കൂടെ ഇന്ന് ഷെയർ ചെയ്യാമെന്നുള്ളൊരു തോട്ടിലാണ് ഞാനിപ്പോൾ ക്യാമറ ഓൺ ആക്കി വെച്ചിട്ട് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. സോ ഈ സന്തോഷത്തിൻ്റെ കൂടെ ചെറിയൊരു സങ്കടം കൂടി ഉണ്ട്. ആക്ച്വലി ഞാൻ ഇത്ര ബ്ലഷ് ആകുമ്പോഴും ഹാപ്പി ആകുമ്പോഴും ഞങ്ങളുടെ ഫാമിലി ഒന്നിച്ച് ഒരേപോലെ ഹാപ്പി ആവുന്നതിൻ്റെ ഒരു ബിഗ് റീസൺ എനിക്കറിയത്തില്ല. ഈ ഒരു കാര്യം എനിക്ക് ഇങ്ങനെ എന്ന് വെച്ചാൽ എനിക്കൊരു വീഡിയോ ചെയ്യണം എന്ന് വെച്ചാൽ നമുക്ക് ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഹാപ്പിനെസ് ആയിട്ടുള്ള ഓരോ മൊമെന്റ്സും ഡിജിറ്റലി ക്യാപ്ചർ ചെയ്യുന്നത്, സേവ് ചെയ്ത് വെക്കുന്നതൊക്കെ ഏറ്റവും ബെറ്റർ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ബിക്കോസ് നമുക്ക് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാലും കുറേ കഴിഞ്ഞ് നമ്മൾ നോക്കുമ്പോൾ ആ ഒരു ഫീൽ അറ്റ്സ് ഓസം. സോ ഐ ഡിസൈഡ് ടു ഷെയർ വിത്ത് യു. ഓക്കെ, ഫൈനലി അത് ഞാൻ മൊത്തത്തിലായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ എന്തായാലും പെട്ടെന്ന് തന്നെ ചെയ്യുന്നതാണ്. പക്ഷേ അതിൻ്റെ കൂടെ സങ്കടം ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ 1-ാം തീയതി എൻ്റെ ഹസ്ബൻഡ് പോവാണ്, UAE പോവാണ്. അപ്പം ഈ ഒരു മൊമെൻറ്റിൽ അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് വി ആർ മിസ് ഹിം. എന്തായാലും ഞാൻ നന്നായിട്ട് മിസ് ചെയ്യും. ആക്ച്വലി ഇതിൻ്റെ ബിഹൈൻഡ് ഒരു സ്റ്റോറി ഉണ്ട്. ആ ഒരു സ്റ്റോറിയും കൂടെ ഉള്ളതുകൊണ്ടായിരിക്കും ഇത് എനിക്ക് മറ്റാരെക്കാളും മേ ബി ഒരു ഹാപ്പി മൊമെൻ്റ് ആവുന്നത്. ഓഫ് കോഴ്സ് അത് തന്നെ ആയിരിക്കും ഇതിൻ്റെ റീസൺ. പിന്നെയെന്ന് വെച്ചാൽ ഈ ഒരു എൻ്റെ മാരേജ് കഴിഞ്ഞിട്ട് കുറച്ചായി. ഞാനിപ്പോൾ ഒരു ബ്ലാസ്റ്റ് ലൈഫിലാണ്, ഒരു ഡ്രീമി ലൈഫിലാണ് ലൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ എന്തോ ഞങ്ങളുടെ മാരേജ് കഴിഞ്ഞ സമയത്ത് ഞങ്ങൾ പുറത്ത് പോകാൻ നിൽക്കായിരുന്നു. വിത്തിൻ 1 മന്ത് ഞങ്ങൾ ഇവിടെ നിന്നിട്ട് പോകാൻ വേണ്ടി നിൽക്കുമായിരുന്നു. പക്ഷേ വിസ കിട്ടി 5-ാമത്തെ ദിവസമാണ് യുദ്ധം സ്റ്റാർട്ട് ചെയ്തത്. അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് പിന്നെ പോകാൻ പറ്റിയിട്ടില്ല. അതിനൊരു റീസൺ ഉണ്ട്. എല്ലാവരും പോകുന്നുണ്ട്, നിങ്ങൾക്ക് അറിയാം. പക്ഷേ ഞങ്ങൾക്ക് പോകാൻ പറ്റാതെ അതിനൊരു റീസൺ ഉണ്ട്, ഞാൻ പറയാം. എന്നിട്ട് ഞങ്ങൾ വീണ്ടും വിസ പുതുക്കുക ചെയ്തത്. അങ്ങനെ 2-ാമത് ഞങ്ങൾ പുതുക്കി. ഈ 2-ാമത് പുതുക്കിയിട്ട് ആക്ച്വലി ഇത്രയും ഹാപ്പി ആവാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനൊരു സ്റ്റോറി ഇട്ട ടൈമിൽ എൻ്റെ കുറേ റിലേറ്റീവ്സ്, ഫ്രണ്ട്സ് എല്ലാവരും എനിക്ക് മെസ്സേജ് ഇട്ടു. സോ അതിൻ്റെയും കൂടിയും ഭാഗമായിട്ട് എന്തായാലും ഞാൻ പെട്ടെന്ന് തന്നെ ഡീറ്റെയിൽഡ് വീഡിയോ ഇടുന്നതായിരിക്കും. എല്ലാം കൂടി ആ ഒരു ടൈമിലൊരു ലിറ്റിൽ സർപ്രൈസ് പോലെ. എന്ന് വെച്ചാൽ എനിക്കതത്രയും അതത്രയും ഹാപ്പിയോടെ പറയാൻ പറ്റത്തില്ല, വാക്കില്ല. എന്ന് വെച്ചാൽ അങ്ങനെയാണ്. So we are so happy now in coming days. So ആരും മറക്കല്ലേ, കാണണം താല്പര്യമുള്ളവരും വെയിറ്റ് ചെയ്തിരിക്കുന്നവരും ഉണ്ടെങ്കിലൊന്നും please hold your mind and happy with a lots of thanks and huge of love. Thank God. So the video is coming. Bye. Love you all. Bye. ഞങ്ങൾ എന്താ പറയുക, ഒത്തിരി എക്സ്പെക്ട് ചെയ്തിട്ടില്ല. എന്ന് വെച്ചാൽ ഒരു വട്ടം ഞങ്ങൾ പോകുന്നു വിചാരിച്ചു, പിന്നെ വിസയുടെ ക്യാൻസലേഷൻ ആവാറായി, വീണ്ടും ഞങ്ങൾ പുതുക്കി, എക്സ്പെക്ട് ചെയ്ത് നിന്നു, പോകാൻ പറ്റിയില്ല. പിന്നെ യുദ്ധത്തിന് കാരണമായിട്ട് ഒന്നിച്ച് പോകുന്നില്ല എന്ന് വിചാരിച്ചു. പോവുകയാണെങ്കിൽ തന്നെ അങ്ങനെ വന്ന് ലാസ്റ്റ് ടൈം ഇത് തീരെ എക്സ്പെക്ട് ചെയ്തിട്ടില്ല. എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് പോകാൻ പറ്റൂല, അങ്ങനെ ഒരു എന്ന് വെച്ചാൽ ഞങ്ങളുടെ പ്ലാനിങ് നടക്കത്തില്ല എന്നുള്ളൊരു സിറ്റുവേഷനിലായിരുന്നു. അതിൻ്റെ കൂടെ എന്താണെന്നില്ല, പെട്ടെന്നായിരുന്നു യുദ്ധം അവസാനിച്ചു എന്ന് പറയുന്നതും ടിക്കറ്റ് ഞങ്ങൾ എടുക്കുന്നത് 1-ാം തീയതിയാണ്, ജൂലൈ 1-ാം തീയതിയാണ് ഹസ്ബൻഡ് പോകുന്നത്. അത് ഫിക്സ് ചെയ്തു. മിഞ്ഞാന്ന് ഞങ്ങൾക്ക് ടിക്കറ്റ് എടുത്തു. ഇന്നാണ് ആ ഒരു വന്നത്. ഓക്കെ, ഞാനത് പറയാത്തതിന് കാരണമുണ്ട്, ഇപ്പം പറയുന്നില്ല എന്ന്. അതുകൊണ്ടാണ് ഞാൻ ഡിസൈഡ് ചെയ്തേക്കുന്നത്. സോ വന്നപ്പോൾ തന്നെ അത് so mashallah, God is really great. I think എന്താ പറയുക, യൂണിവേഴ്സ് ഓർ ക്രിയേറ്റർ, വാട്ട് എവർ, ഗോഡ് ഓർ എനിത്തിങ്, ഇറ്റ്സ് റിയലി ഗ്രേറ്റ് ആൻഡ് താങ്ക്സ് എ ലോട്ട് റിയലി. ഇറ്റ്സ് പക്ഷേ 10 ദിവസമുള്ളൂ ഇനി ഹസ്ബൻഡ്. 1-ാം തീയതി എന്ന് പറയുമ്പം ആക്ച്വലി 13 ദിവസം 12 ദിവസമേ ഉള്ളൂ. പക്ഷേ ആ 10 ദിവസം അല്ലെങ്കിൽ ആ ഉള്ള ദിവസം ഞങ്ങൾ ഹാപ്പി ആക്കിയിട്ട് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യും. ഒത്തിരി തോട്ട്ഫുൾ ആയിട്ടുള്ള ഡേയ്സ് ഉണ്ടാക്കണം, അങ്ങനെയൊക്കെ വിചാരിക്കുന്നുണ്ട്. മാഷാ അല്ലാഹ്, നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം.